നമ്മൾ ചെറിയൊരു കുട്ടിക്കുള്ള സെറ്റ് വാടയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 6 മാസമൊക്കെ പ്രായമുള്ള കുട്ടിക്കുള്ള സെറ്റ് വാടയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ഇത് 1 മീറ്ററാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് 1 സൈഡ് മാത്രമേ ഇതിൻ്റെ കസവ് വരുന്നുള്ളൂ. ഡബിൾ സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇത്ര ആവശ്യമില്ല, എന്നാലും നമുക്ക് 2 കുട്ടിയൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാം. ഇത് 1 സൈഡ് ആയതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഒരാൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 1 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്ലൗസ് പീസ് ഇതുപോലത്തെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഏകദേശം 1/2 മീറ്ററോളം എടുത്തിട്ടുണ്ട്. അതിന് ലൈനിങ് 1/2 മീറ്റർ, താഴത്തേക്കുള്ള ലൈനിങ്ങും 1/2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ജോയിൻ ചെയ്യാം. ചെറിയ കുട്ടിയായതുകൊണ്ട് സെൻറ്ററിൽ കട്ടാക്കിയിട്ട് ജോയിൻ ചെയ്തെടുത്താൽ കുറച്ചധികം ഫ്രിൽസ് ഇടാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്ര പോലെ മെറ്റീരിയൽസാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. മുകളിലൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഷോൾഡർ എടുക്കുന്നത് 4 ഇഞ്ചാണ് കേട്ടോ. ഷോൾഡർ എടുക്കുന്നത് അവിടുന്ന് താഴത്തേക്ക് ആം ഹോളും 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ചെസ്റ്റ് എടുക്കാം. ചെസ്റ്റ് അളവ് എടുക്കുന്ന 5 ഇഞ്ച്, തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടി കൂട്ടി 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്, ബ്ലൗസിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 7 ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് എടുക്കുന്നത്. അതിന് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് തയ്യൽ തുമ്പ് മുകളും താഴത്തും കൂടി 1 ഇഞ്ചേ എടുക്കുന്നുള്ളൂ. 8 ഇഞ്ചിൽ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തെ അളവ് എടുക്കുന്നതും 5 ഇഞ്ച് തന്നെയാണ് കേട്ടോ. താഴത്തെ അളവ് 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പിന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ആം ഹോള് നോർമലായിട്ട് ഇതുപോലെയാണ് വരക്കുന്നത്. ഇതുപോലെ ഒന്നിങ്ങനെ കുഴിച്ച് വരച്ച് കൊടുക്കാം. നമ്മൾ ഫ്രണ്ട് വശം മാത്രമാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്, ബാക്ക് വശം ചെയ്യുന്നില്ല. അതിന് നമുക്ക് നമ്മുടെ നെക്കിൻ്റെ അകലം 2 ഇഞ്ച് എടുക്കാമല്ലോ. 2 ഇഞ്ച് നെക്കിൻ്റെ അകലം എടുക്കാം. പിന്നെ നെക്കിൻ്റെ ഇറക്കം 2.5 ഇഞ്ച് എടുക്കാം. ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നോർമലായിട്ട് നമ്മുടെ നെക്ക് വരുന്നത് ഈ ഒരു ഷേപ്പിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ബാക്കിൽ കെട്ടുന്ന ടൈപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2ൻ്റെ പകുതി 1 ഇഞ്ച് സെൻറ്റർ കണ്ടുപിടിക്കാം. 1 ഇഞ്ച് കണ്ടുപിടിക്കാം. ആ 1 ഇഞ്ചിന്ന് 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്കും 1/2 ഇഞ്ച് ഓപ്പോസിറ്റ് വശത്തേക്കും മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ 1/2 ഇഞ്ചിന്ന് നമുക്കിതുപോലെ ആം ഹോളിലേക്ക് കൊടുക്കാം. ഈ 1/2 ഇഞ്ചിന്ന് നമുക്കിതുപോലെ പുറത്തേ കൂടി നമുക്കിതുപോലെ നെക്കിന് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതൊരു 4 ഇഞ്ച് വിട്ടിട്ട് നമ്മുടെ ആം ഹോളിന് കറക്റ്റായിട്ട് ഇതുപോലെ വരച്ചിട്ട് 1/2 ഇഞ്ച് അധികം എടുത്തിട്ടുണ്ട്. നമുക്ക് മുകൾ വശത്ത് ഒരു അടിവ് കൊടുക്കാനുണ്ട്. അതിനാണ് 1/2 ഇഞ്ച് അധികം എടുത്തത്. ഇതേ അളവിലൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് 2 പീസാക്കിയിട്ട് എടുക്കുക. അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇത് ഫ്രണ്ട് വശം, ഇത് ബാക്ക് വശം. നമുക്ക് ഇതേ അളവിൽ നമ്മുടെ നല്ല തുണിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. താഴത്തേക്കുള്ള ടിഷ്യൂ ഇതുപോലെ മടക്കിയിട്ട് ഏകദേശം ഒരു 12 ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് ബാൻഡും കൂടി വരാനുണ്ട്. ഇതുപോലെ 12 ഇഞ്ചിൽ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ താഴത്തേക്ക് പാവാടേൻ്റെ ബാൻഡ് നോക്കാം. ഞാൻ അരവണ്ണ എടുക്കുന്നത് 9, ടോട്ടൽ 18 ആണ് എടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 9 ഇഞ്ച് കറക്റ്റ്. പിന്നെ നമുക്ക് തയ്യൽ തുമ്പി ഒരു 1.5 ഇഞ്ചും കൂടി നമുക്ക് ഉള്ളിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 1.5 ഇഞ്ച് ഉള്ളിലോട്ടും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ വീതി 4 ഇഞ്ച് വീതിക്കാണ് കേട്ടോ ഈ ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത്. 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കിതാ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ അളവിൽ നമ്മൾ ലൈനിങ് പീസും കൂടി കട്ട് ചെയ്യണം കേട്ടോ. ലൈനിങ് കൂടി വെച്ചാൽ കുറച്ച് കട്ടി കിട്ടും. ഇതേ അളവിൽ ലൈനിങ് പീസും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ താഴത്തേക്ക് വരുന്നതാണ്. ഞാൻ ആദ്യം ഫ്രില്ലിട്ട് അടിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ തോന്നി വേണ്ട, അമ്പർലയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എങ്ങനെ വേണം കടുവശത്ത് കൊടുക്കാം. അപ്പോൾ അമ്പർലയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ക്രോസിൽ മടക്കി കൊടുത്തു. അതിന് ശേഷം നമ്മുടെ അരവണ്ണ നമ്മൾ എത്ര എടുത്ത് 18 അല്ലേ, അത് 2ആയിട്ട് മടക്കുമ്പോൾ 9 എടുത്ത്. അപ്പോൾ ടോട്ടൽ 18 വരുമ്പം ഒരു 4 ഒരു ഭാഗം വരുമ്പോൾ 4.5 4.5 ഒരു സൈഡ് 9, പിന്നെ മറ്റേ സൈഡ് 9 18. അപ്പം 4.5 നമുക്കിതാ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം.
4.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് കറക്റ്റ് അളവിനെ നോക്കുക. കറക്റ്റ് 4.5 മാർക്ക്. ചോക്ക് ഞാൻ വേറെ കളർ എടുക്കാം കേട്ടോ. ഇതാ 4.5 മാർക്ക് ചെയ്തു. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു കോണില്ലേ, ഈ ഒരു മൂലയിൽ നിന്ന് ഈ 4.5 മാർക്ക് ചെയ്തിട്ടേക്ക് 2 സ്ഥലത്തേക്ക് ഒരേ അളവുമാണ് കേട്ടോ. ഇപ്പോൾ ഇത് 5.5 കഴിഞ്ഞിട്ട് ഒരു 5.45 അടുത്താണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ഇത് 5.45 കണ്ടില്ലേ. അത് ഈ രണ്ട് അളവ് ഒരേ കണക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതിന് ശേഷം നമുക്കിപ്പോൾ ഇവിടെ 5.5 മാർക്ക് ചെയ്യും. 5.45 5.45 ഇതാ കുറച്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. കറക്റ്റ് അവിടെ വെച്ചിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് 5.45 മാർക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്കിതാ റൗണ്ടിൽ 5.45 ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം കേട്ടോ. എന്നിട്ട് നമുക്കിതാ ചെറിയൊരു ഷേപ്പ് കിട്ടുമല്ലോ. ഇപ്പോൾ ആ ഒരു ഷേപ്പ് ജസ്റ്റ് ഒന്നിങ്ങനെ വരക്കാം കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ചെറിയൊരു ഷേപ്പ് കിട്ടുന്നുണ്ട്. ചെറിയ റൗണ്ട് കണക്കുന്ന ഷേപ്പ്, ആ ഒരു ഷേപ്പ് വരച്ചു. അതിന് ശേഷം നമ്മൾ ലെങ്ത്ത് നോക്കാം കേട്ടോ. നമുക്ക് ലെങ്ത്ത് വേണ്ടത് എത്രയാണ്? നമ്മൾ മെയിൻ ക്ലോത്തിന് 12 ഇഞ്ചല്ലേ എടുത്തത്. അപ്പോൾ അത്രയൊന്നും വേണ്ട, ഒരു 11 ഇഞ്ച് മതി കേട്ടോ. കടിവശമൊക്കെ മടക്കി അടിക്കേണ്ടല്ലേ, 11 ഇഞ്ച് മതി. അപ്പോൾ ഇനി ഈ ഒരു സൈഡിൽ നിന്ന്, ഈ ഒരു അറ്റത്തുനിന്ന് ഈ 11 ഇഞ്ചിലേക്ക് എത്രയുണ്ട് നോക്കാം. ഏകദേശം 16.5 ഉണ്ട്. അപ്പോൾ ആ ഒരു 16.5 ഇതുപോലെ ഇങ്ങോട്ടേക്ക് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അമ്പർലക്ക് കിട്ടും കേട്ടോ. ആദ്യം നമ്മൾ അമ്പർലക്ക് കട്ട് ചെയ്തിട്ട് വേണം. നമ്മൾ നേരത്തെ ബാൻഡിന് വേണ്ടിയിട്ട് പീസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഈ ബാലൻസ് കുറച്ച് പീസ് വരുമല്ലോ, അതിൽ നമുക്ക് ബാൻഡിന് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇവിടെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ കിട്ടി. നമ്മൾ ഇതുപോലത്തെ 2 പീസ് എടുത്തിട്ട് നമ്മൾ വള്ളി അടിക്കണം കേട്ടോ. ഇതുപോലെ അടിച്ചിട്ട് നല്ല വശം നല്ല വശം ഉള്ളിലാക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡിലും തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ നല്ല തുണിയല്ലേ, നല്ല തുണിയിൽ നമുക്ക് ഈ വള്ളി ഈ ഷോൾഡറിൻ്റെ അടുത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഈ വള്ളി ഒന്ന് അടിച്ചിട്ട് വരാം, എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി മുതലില്ലേ എൻ്റെ വീഡിയോസിൽ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും കാണിക്കോട്ടാം. കാരണം ഞാൻ പുതിയൊരു സ്റ്റാൻഡ് വാങ്ങി വീഡിയോ എടുക്കാൻ പറ്റും. മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു സ്റ്റാൻഡാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഇത്രയും കാലം വീഡിയോ എടുത്തുകൊണ്ട്. അത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. എന്നാലും എനിക്കിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മെഷീൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അധികം സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു റിംഗ് ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വലിയ സൈസ് സ്റ്റാൻഡ് വാങ്ങിക്കൊണ്ട് നമുക്കിപ്പം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇനി എല്ലാത്തിലും എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഞാനിവിടെ 2 വള്ളി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ വെക്കുന്നത് നോക്കാം. ആദ്യം ഈ വള്ളി നോക്കുക, ഇതിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന രീതിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒരു സ്റ്റിച്ച് 2 വശത്തും ഒന്ന് കൊടുക്കാം. നമ്മൾ 2 വള്ളി അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ഇതുപോലെ ലൈനിങ്ങിൻ്റെ മുകളിൽ വെക്കാം. ഈ ഒരു മെറ്റീരിയൽ കുറച്ച് നൂല് വലിയുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നേ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ആ തുച്ചൊക്കെ അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് പോകും. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നേ സ്റ്റിച്ച് ചെയ്യുക, ആം ഹോളിൻ്റെ എടുക്കുക, സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ നെക്ക് ഫുള്ളായിട്ട് നമുക്ക് താഴത്ത് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യേണ്ട, അത്ര പോലെ വെച്ചിട്ട് ബാക്കി മൊത്തത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൽ അറ്റത്തേത് ഇതിൻ്റെ സൈഡിലെ കൂടി സ്റ്റിച്ച് ചെയ്യുക. ഒരു കാലിഞ്ചല കുറച്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്നില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. അതായത് ഇതിൻ്റെ അടുത്തേ കൂടി ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഒരാളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാലും ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഇതിൻ്റെ അറ്റത്തെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് വശം ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബാക്ക് വശം വരുന്നത്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ലൈനിങ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം
ഈ ഒരറ്റം നമ്മുടെ സൈഡിൽ തയ്യൽ തുമ്പ് പോകുന്ന ഭാഗമാണ് കേട്ടോ. ഇതിൻ്റെ ഈ രണ്ടറ്റും തയ്യൽ തുമ്പ് പോകുന്ന ഭാഗമല്ലേ. അപ്പോൾ ഈ ഒരറ്റത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യാം. അതായത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടുന്ന് ഇതുപോലെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഈ തയ്യൽ തുമ്പ് പോകുന്ന ഭാഗം ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് ബട്ടൺസ് വെക്കേണ്ട പീസ് വെക്കണം. അതുകൊണ്ട് ഇവിടെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് ഉള്ളിൽ കവർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത്ര പോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇന്ന് നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് കുറച്ച് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ നെക്കിന് ചെയ്തില്ലേ, ചെറുതായിട്ടൊരു സ്റ്റിച്ച് കൊടുത്തില്ലേ, അതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു സൈഡ് വേണമെന്നില്ല, കാരണം ആ ഒരു സൈഡ് നമുക്ക് ഉള്ളിലേക്ക് പോകാനുള്ളതുകൊണ്ട് ആ ഒരു സൈഡിൻ്റെ ആവശ്യമില്ല. മറ്റേ ഈ ഒരു ഇവിടുന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടം വരെ വരാം. അതിന് ശേഷം ഇവിടെ എത്തിയതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ടച്ച് ചെയ്തെടുക്കാം കേട്ടോ. രണ്ടും കൂടി 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് 3 ഇഞ്ച് വീതിക്കും ഒന്ന് 2 ഇഞ്ച് വീതിക്കുമാണ് കേട്ടോ. അത് 2 ഇഞ്ച് വീതിക്ക് വരുന്ന നമ്മുടെ ബട്ടൺ വെക്കുന്ന ഭാഗമല്ലേ, ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഇത് നല്ല വശത്തോട് ചേർന്ന രീതിയിൽ കുറച്ച് തുണി മുകളിലോട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി കേട്ടോ. കുറച്ച് തുണി മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് ഒരു 4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്തില്ലേ, അതിന് ശേഷം നമുക്ക് ഇതൊന്ന് പതിച്ചടിക്കാം. മുകൾ വശത്തിനെ ഇവിടം വരെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. പതിച്ചടിച്ചു കൊടുത്തു. അതിന് ശേഷം ഇതുപോലെ നമ്മുടെ ചീത്ത വശത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പീസില്ലേ, ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് മടക്കാം. അതിന് ശേഷം ഒരു മടക്ക് മടക്കിയതിന് ശേഷം ആദ്യം ഒരു മടക്കും കൂടി മടക്കാം. ഈ പതിച്ചടിച്ചത് നമ്മുടെ ഉൾവശത്തേക്ക് വരുന്ന രീതിക്ക് വേണം മടക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ചെയ്യുന്ന സമയത്ത് നോക്കണം, നമ്മൾ പ്രിൻറ്റ് മാറാൻ പാടില്ല കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് അടുത്ത നമുക്ക് ഇതുപോലെ തന്നെ ഒരു 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് മുന്നേ ഇതിൻ്റെ ഒരറ്റം ഇതുപോലെ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. ഇത് മടക്കി അടിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ എടുക്കാം. അതിന് ശേഷം നമ്മളിപ്പോൾ നല്ല വശത്തിൽ കൂടി തന്നെയാണ് കേട്ടോ അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പീസിൽ ഈ ഒരു തുച്ച് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു മടക്ക് ജസ്റ്റ് ഒറ്റ മടക്കേ വേണ്ടു. കുറച്ച് തുണി എക്സ്ട്രാ നമുക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടിക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് അടിക്കുക. നിങ്ങളെ ഇതുപോലെ വെച്ചിട്ട് അടിക്കുന്നത് അങ്ങനെ അടിക്കുക. പക്ഷെ ഞാൻ ചെയ്യാറ് ഇങ്ങനെയാണ്. കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ അടിക്കുമ്പോൾ ഇതുപോലെ ആദ്യം അറ്റത്തെ അടിക്കൂലേ, എനിക്ക് താഴത്തെ ഇതുപോലെ കൊടുത്തിട്ട് ഈ ഒരു സൈഡിലൊരു 4 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിലേയും കൂടി ഇങ്ങനെ കൊടുത്തിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ടും ബാക്കും റെഡിയായി. ഇനി നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. നമ്മുടെ സൈഡിലുള്ള മെഷർമെൻറ്റ് സെൻറ്റർ നോക്കിയിട്ട് സെൻറ്ററിൽ നേരത്തെ മാർക്ക് ചെയ്ത് അതേ അളവ് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 രീതിയിൽ സൈഡ് ജോയിൻ ചെയ്യാം. ഒന്നിക്കൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പീസൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം അടിയിൽ പീസ് വെച്ച് കൊടുക്കാം. എല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒന്ന് വെച്ചാൽ നമുക്ക് 2 ഇഞ്ച് വീതിക്കുള്ള പീസ് കട്ടാക്കിയിട്ട് പീസ് വെച്ചിട്ട് അടിച്ചിട്ട് വേണമെങ്കിൽ സൈഡ് ജോയിൻ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഞാൻ ആദ്യം ചെയ്യുന്ന വെച്ചാൽ ഇതിനൊക്കെ പീസ് വെച്ച് കൊടുക്കുന്നത്. അതായത് ഈ ഒരു തുണിക്കൊക്കെ അടിയിൽ പീസ് വെച്ചതിന് ശേഷമാണ് സൈഡ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ വലുതാക്കണം ചെറുതാക്കാനുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സൈഡിലേക്ക് കൂടി സ്റ്റിച്ച് ഇട്ടിട്ട് മറ്റേ സ്റ്റിച്ച് പൊട്ടിക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് പീസ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ ആ പീസ് ആദ്യം പൊട്ടിച്ച് കളഞ്ഞ് മാറ്റിയിട്ട് ഷേപ്പ് ചെയ്തിട്ട് ആദ്യം പീസ് വെച്ച് അടിക്കേണ്ടതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാനിപ്പോൾ അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് വീതിക്കുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. അത് ഈ ഒരു അളവിൽ കട്ട് ചെയ്യണം. പിന്നെ ഈ ഒരു അളവിലും പിന്നെ ഈ ഒരു അളവ്, ഇങ്ങനെ 3 അളവിൽ നമുക്ക് ഈ ലൈനിങ് ക്ലോത്താണ് കേട്ടോ വെക്കുന്നത്. ആ ഒരു പീസ് 2 ഇഞ്ച് വീതിക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം.
ഇതുപോലെ പീസ് എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇവിടെ ബട്ടൺസൊക്കെ വെക്കുന്നില്ലേ, ബട്ടൺസ് വെക്കുന്നതും അതുപോലെ ഈ കുടുക്കിൽ ഇത് വെക്കുന്ന ഈ ഒരു ഭാഗമില്ല, ഈ ഒരു ഭാഗത്ത് വെക്കുന്ന സമയത്ത് കുറച്ചൊരു 4 ഇഞ്ച് പുറത്തേക്ക് തള്ളി വെച്ചിട്ട്, കാരണം നമുക്കിവിടെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്രണ്ട് വശത്തേക്ക് എൻ്റെ ആവശ്യമില്ല, ഫ്രണ്ട് വശത്തേക്ക് നമുക്ക് സ്ട്രെയിറ്റ് വെച്ചിട്ട് തന്നെ അടിക്കാം, നേരെ തന്നെ അടിക്കാം, കറക്റ്റ് വെച്ചിട്ട് അടിക്കാം. ഇതിപ്പോൾ നമുക്ക് 4 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട്, കുറച്ച് തുണി ഇതുപോലെ പുറത്തേക്ക് വെച്ചിട്ട് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ അടിച്ചില്ലേ, അതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ. അറ്റത്തെ കൂടി അടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു ബാലൻസ് വന്ന തുണിയില്ലേ, ആ ഒരു തുണി ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം കേട്ടോ. ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒരു മടക്ക് ആദ്യം മടക്കാം, എന്നിട്ട് രണ്ടാമത് വീണ്ടും ഒരു മടക്ക് മടക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ തന്നെ മറ്റേ പീസും ചെയ്തെടുക്കുക. നമ്മുടെ ഫ്രണ്ട് വശം ചെയ്യുന്ന ഇതുപോലെയാണ് കേട്ടോ. അത് പീസൊന്നും നമുക്ക് മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി. മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തു. അതായത് ഇത് നമ്മുടെ കുടുക്ക് വെക്കുന്ന പീസ് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഈ ഒരു അറ്റത്ത് നിന്നേ എടുക്കണം കേട്ടോ. ഇങ്ങോട്ടേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്തു, അതെനിക്ക് താഴത്ത് മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ കുടുക്കിൻ്റെ കണ്ണി വെക്കുന്ന ഭാഗം. ആ കണ്ണി വെക്കുന്ന ഭാഗം വരുമ്പോൾ നമ്മൾ ഈ ഒരു പീസ് എക്സ്ട്രാ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നില്ലേ, ആ പീസ് വിട്ടതിന് ശേഷം ഇവിടുന്ന് വേണം ഇങ്ങോട്ടേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തും കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് സൈഡിൽ നിന്ന് അടിച്ചെടുക്കാം. ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റാണ് നോക്കിയിട്ടാണ് അടുത്ത സ്റ്റിച്ച് ഇടുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഓപ്പോസിറ്റ് വശം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കറക്റ്റ് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ നമ്മുടെ ബ്ലൗസിൻ്റെ കളറ് ഒരു പീസ് എടുത്തിട്ടുണ്ട്, നമ്മുടെ പാവാടക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഏകദേശം ഒരു 1.25 വീതിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ എന്താ വെച്ചാൽ 2 ലൈൻസ് ഉണ്ടായി, ആ ലൈൻസ് കറക്റ്റാക്കി കട്ട് ചെയ്തതാണ്. അപ്പോൾ 2 ഇഞ്ച് എടുക്കുന്നത് അങ്ങനെ എടുക്കുക. അപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് വലിയ തടിയിൽ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു 1.25 ഇഞ്ചിലാണ് കേട്ടോ എടുത്തത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ടിഷ്യൂവിന് നല്ല വശം മോശം വശമൊന്നുമില്ല, നമുക്ക് ഏതെങ്കിലും ഒരു വശത്ത് ഇതുപോലത്തെ നല്ല വശം വരുന്നത് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് കളർ ഒരു വര കണ്ടില്ലേ, ആ വരക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വരയോട് ചേർന്ന് വെച്ചിട്ട് നമുക്കിതാ ഇവിടെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് കറക്റ്റ് ഈ വരയോട് കറക്റ്റ് ചേർന്ന് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഫുള്ളായിട്ടൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കാം. ില്ലേ അതിന് ശേഷം നമുക്കിത് ഇതുപോലെ വെച്ചിട്ട് പതിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ റെഡ് കളറിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഗോൾഡിൻ്റെ അറ്റത്ത് റെഡിലെ അടിക്കേണ്ടത് ഗോൾഡിൻ്റെ അടുത്ത് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ച് ഫുള്ളായിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. അതിന് ശേഷം നമുക്കതൊരു 1/4 ഇഞ്ച് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്കിതിലേ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് അറ്റം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ശേഷം ഞാൻ ഇതുപോലത്തെ ഗോൾഡൻ കളർ ലേസ് ഞാൻ ഇത് മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. ആ ഒരു ലേസ് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഈ റെഡിൻ്റെ മുകളിലാണ് വെക്കുന്നത്. നമുക്ക് ഇപ്പുറ സൈഡിൽ വേണമെങ്കിൽ ഇപ്പുറ സൈഡിൽ വെക്കാം. ഞാനത് ഈ റെഡിനോടും ഈ ഒരു ടിഷ്യൂനോട് ചേർന്നിട്ട് ഇതുപോലെ വന്നിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ലൈനിങ്ങിൻ്റെ അടിവശമാണ് കേട്ടോ മടക്കി അടിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ അമ്പർലയിൽ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ 2 മടക്ക് മടക്കി അടിക്കാൻ പറ്റില്ല. ആദ്യം ജസ്റ്റ് ഒരു മടക്ക് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു മടക്ക് മടക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മടക്ക് വരുന്ന ഈ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗത്തേ കൂടി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചുളിവൊന്നും കൂടാണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു അറ്റത്തേ കൂടി നമുക്ക് ഇതുപോലെ മടക്കി മടക്കി ഫുള്ളായിട്ട് ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്തേ കൂടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒരിക്കൽ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിന് ശേഷം ആദ്യമേ ഒരു മടക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഈ മടക്ക് വരുമ്പോൾ നമ്മുടെ ഈ സ്റ്റിച്ച് വന്ന വശമില്ലേ, ആ സ്റ്റിച്ചിൻ്റെ മീത്തലേ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ആദ്യം ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ടെടുക്കുക.
എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ആ സ്റ്റിച്ച് വന്നതിൻ്റെ മുകളിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ ടിഷ്യൂം ലൈനിങ്ങും വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഒരു വശം നമുക്കൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു വശം നമുക്കിത് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഉള്ളിലോട്ട് മടക്കിയിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ വെയിലടിക്കുന്നത്, ഇപ്പോൾ ഉച്ചക്ക് നമ്മൾ റൂമിലേക്ക് വെയിലടിക്കുന്നുണ്ടായിട്ട് ഇങ്ങനെ ഇത് കാണുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതൊക്കെ അടിവശമൊക്കെ മടക്കി അടിച്ചു എല്ലാം ചെയ്തില്ലേ, ഇത് നമ്മുടെ ഇതിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ ഒരു വശം ലൈനിങ്ങിൻ്റെ ഒരു വശം ഇതുപോലെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ആദ്യം ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക, ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് രണ്ടും കൂടി ഒന്നിച്ച് ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ മടക്കി അടിക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം. നമ്മൾ ഇതാ ഫുള്ള് ടച്ച് ചെയ്തെടുത്തും. അതിന് ശേഷം എന്താ വേണ്ടത് വെച്ചാൽ ഇത് നമുക്ക് ആദ്യം ഒരു മടക്കാം, പിന്നെ വീണ്ടും ഒരു മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കത് അവിടെ ഓപ്പൺ വരുന്നില്ലേ, പട്ടുപാവാടേൻ്റെ സൈഡിൽ ഓപ്പൺ വരുമ്പോൾ അവിടെ ഒരു മടക്ക് വരുന്നില്ല. ആ ഒരു മടക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫുള്ളായിട്ട് താലോളം ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ടൊരു മടക്കിയിട്ട് ആദ്യം ഒരു മടക്കും കൂടി മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം ലോക്കിട്ട് തുടങ്ങാം. എന്നിട്ട് താഴത്ത് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വശം ആദ്യം ഒന്ന് ലൈനിങ്ങും തുണിയും തമ്മിൽ, നല്ല തുണിയും തമ്മിൽ ഒന്ന് ടച്ചാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ മടക്കിയിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് നമ്മുടെ ബാൻഡല്ലേ, ആ ബാൻഡിന് നമ്മുടെ അരവണ്ണം മാർക്ക് ചെയ്തില്ല, 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു 1.5 ഇഞ്ച് അധികം എടുത്തിട്ട് ആ ഒരു 1.5 ഇഞ്ചാണ് ഞാനിവിടെ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നോച്ച് ഉണ്ടല്ലേ, അത് ആ 1.5 ഇഞ്ചിന് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ എന്താ വേണ്ട വെച്ചാൽ, ഇവിടെ നമ്മുടെ മടക്ക് വരുന്നില്ല, ആ മടക്ക് വരുന്നെടുക്കുന്നത് നമ്മുടെ ഈ 1.5 ഇഞ്ച് നമുക്ക് കൂട്ടാൻ പാടില്ല, അത് നമുക്ക് ഉള്ളിലോട്ടേക്ക് പോകാനുള്ളതാണ്. 1.5 ഇഞ്ച് ഒഴിവാക്കിയിട്ട് ബാക്കി ഇത്ര പോരെ മടക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ ഒരു മടക്ക് വരുന്നത് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഈ ഒരു മടക്ക് വരുന്നിടത്ത് ചെറുതായിട്ടൊരു നോച്ചിട്ട് കൊടുക്കാം. അത് 2 സൈഡിലേക്കും വരണം കേട്ടോ. അത് കറക്റ്റ് വന്നിട്ടെങ്കിൽ അത് നേരെ മടക്കി വെച്ചിട്ട് ചെയ്താൽ കണ്ടില്ല. അപ്പോൾ അതാ ഇതുപോലത്തെ കുറച്ച് നോച്ച് കിട്ടി. ഈ ഒരു ഇത്ര പോലെ നമുക്ക് കൂട്ടണ്ട, കാരണം അത് നമുക്ക് തയ്യൽ തുമ്പിന് പോകേണ്ടത്. കണ്ടില്ല, ഇവിടെ 3 എണ്ണാന്ന് കിട്ടിയിട്ടില്ല. ഇതുവരെ ഇങ്ങനെ മടക്കി ഇതാ ഇവിടെ ഒരു നോച്ച്, ഇവിടെ ഒരു നോച്ച്, അങ്ങനെ നമ്മൾ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ പാവാടേണ്ടതിന് ഇട്ട് കൊടുക്കണം. താഴത്തേക്ക് നമ്മൾ അമ്പർലയിൽ കട്ടാക്കിയതുകൊണ്ട് നമുക്ക് ഇതിന് നോച്ചിട്ട് കൊടുക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ ഫ്രില്ലിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന് നോച്ചിട്ട് എടുക്കേണ്ട. ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. ഇപ്പം നമുക്ക് ഇതിൻ്റെ നോക്കാം കേട്ടോ. ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് വീണ്ടും കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, വീണ്ടും 2ആയിട്ട് മടക്കാം. അതിന് ശേഷം നമുക്കിത് ഈ ഒരു ജോയിൻറ്റിൻ്റെ അടുത്ത് നോച്ചിട്ട് കൊടുക്കാം. അതായത് ഈ ഒരു ജോയിൻറ്റ് വന്നിട്ടുണ്ട്, അവിടെ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഇവിടെ വന്ന ജോയിൻ്റ് ഇല്ലേ, ഇവിടെ വന്ന ആ ഒരു ജോയിൻ്റ് ഇല്ലേ, അവിടെയും ചെറുതായിട്ടൊരു നോച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിന് നോച്ച് കിട്ടി. ഇനി ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ലൈനിങ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ലൈനിങ് ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ഇതാ ഇവിടം വരെ നമ്മൾ തയ്യൽ തുമ്പ് വിട്ടില്ലേ, തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച് വിട്ടില്ലേ, അവിടം വരെ വരുന്ന രീതിക്ക് വരെ ഇങ്ങനെ ലൈനിങ് അടിച്ചെടുക്കുക. ചിലപ്പോൾ ഇങ്ങനെ അമ്പർലയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് മെറ്റീരിയൽ അധികമൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇവിടെയൊക്കെ ഒരു ഇങ്ങനെ ജസ്റ്റ് ഒരു മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമുക്കിനി അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ആ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് പോയിട്ടില്ല, അവിടെ കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ലൈനിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മുടെ ഈ ബാൻഡിൻ്റെ അടിവശം ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് അടിക്കാൻ പറ്റില്ല. ആ മടക്കി അടിച്ചത് ഇതുപോലെ വരണം, അതായത് മടക്കി അടിച്ചത് ഉൾവശത്തേക്ക് വരുന്ന രീതിക്ക് വേണം വെച്ചിട്ട് അതിൻ്റെ മീത്ത ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇത് നല്ല വശമാണ്. ഇത് നല്ല വശത്തോട് ഇതിൻ്റെ ചീത്ത വശം വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നോച്ചിട്ടില്ലേ, നോച്ചിട്ടെടുത്ത് ജസ്റ്റ് ഇതായത് ഇപ്പം നമുക്ക് ലൈനിങ് വന്നപ്പോൾ അത് അടിവശത്തേക്ക് പോയിട്ടുണ്ടാകും. ജസ്റ്റ് ഇതാ ഇവിടെ ചോക്ക് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്താൽ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇത്രയും നോച്ചാണുള്ളത്.
ഇത് നമ്മുടെ ഫസ്റ്റത്തെ കട്ട് വരുന്നത്, നമ്മുടെ നല്ല തുണീൻ്റെ ഫസ്റ്റത്തെ കട്ട് വരുന്നത് ഇത്. ഇത്ര പോരെ ഇവിടെ ഫ്രിൽസ് ഇടാനുണ്ട്. അപ്പോൾ ഇത്ര പോരെ വീതിക്കാണ് നമ്മൾ ഇവിടെ ഫ്രില്ലിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ടിട്ട് തുടങ്ങാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ലോക്ക് ഇടാം. അതിന് ശേഷം ഇതാ ഇത്രയും ഭാഗം ഇത്രയും ഫ്രിൽസ് അപ്പോൾ ഇങ്ങനെ എടുക്കുക. നമുക്ക് ചെറിയ ചെറിയ ഫ്രിൽസ് ഇടാം. ചെറുത് ഇതുപോലെ ഫ്രിൽസ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് പിന്നൊക്കെ കുത്തി കൊടുക്കാം. ഇതുപോലെ ഫസ്റ്റത്തെ ഈ ഒരു കട്ടിലേക്ക് ഫസ്റ്റ് വരുന്ന ആ ഒരു ഇതില്ലേ, അങ്ങനെ വരണം കേട്ടോ. അതുപോലെ നമുക്ക് പിന്ന് കുത്തിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ഈ ഒരു അറ്റത്തെത്തുമ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ. മടക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പീസില്ലേ, ഈ ഒരു എക്സ്ട്രാ വന്ന പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം. അതിന് ശേഷം ഈ ഒരു ബാൻഡ് നമുക്കിതുപോലെ ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ആദ്യം ഒരു മടക്കിയെടുത്ത സ്റ്റിച്ചാണ് ഇതിൻ്റെ മുകളിൽ കാണുന്നത്. ആ ഒരു സ്റ്റിച്ചിൻ്റെ മീത്തേ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒരു കാലിഞ്ചല്ല കുറച്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ അടിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഇപ്പോൾ അയൺ ചെയ്ത് നല്ല കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ അത് സൈഡ് അടിച്ചിട്ട് നമ്മൾ അയൺ ചെയ്യാമെന്ന് വിചാരിച്ചാൽ കറക്റ്റ് ഒരു ഫിനിഷിങ്ങിൽ കിട്ടൂല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് ഇതുപോലെ ഫ്രിൽസൊക്കെ കറക്റ്റായിട്ട് കൈവച്ച് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് അയൺ ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം. നമ്മൾ ഫുൾ അയൺ ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മൾ ഈ ഒരു മുകളിൽ നിന്ന് താഴത്തേക്ക് ഏകദേശം ഒരു 3 ഇഞ്ചിൻ്റെ അടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. 3 ഇഞ്ചിൻ്റെ ഇത് ഇത്ര പോലെ നമ്മൾ ഓപ്പൺ വെക്കേണ്ടതാണ് കേട്ടോ. ഇനി ഇവിടുന്ന് വേണം നമ്മൾ അടിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ താഴത്തോളം നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ കുറച്ച് അധികം ലെങ്ത് ഉണ്ട്, കാരണം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് അത്ര ലെങ്ത്. അപ്പോൾ ബോറടിക്കുന്നവരാണ് സ്കിപ്പ് ചെയ്ത് കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.